പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സൈഡ് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ തുണി നമ്മൾ ഇതുപോലെ 4ആയി മടക്കി ഇടുമ്പം ഫ്രണ്ടിലെ ഫ്ലവേഴ്സ് മുകളിലോട്ടും ബാക്കിലെ ഫ്ലവേഴ്സ് താഴത്തോട്ടുമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആകുമ്പോൾ ആദ്യം നമ്മളത് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഡിസൈൻ ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ നമുക്ക് ഈ മടക്ക് വരുന്ന ഭാഗം സ്ലീവ്സൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടത്ര തുണി ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ രണ്ട് ഭാഗത്തും പിറകിലും മുന്നിലും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതായിപ്പം 2 പീസായിട്ടാണ് ഉള്ളത്. 2 പീസും 2ആയി മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 മടക്കാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, 4 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. എനിക്ക് 45 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ 47 ഇഞ്ച് ലെങ്ത്തിൽ തുണി എടുത്തിട്ടുണ്ട്. സാധാരണ എടുക്കുന്നതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ നമ്മൾ സീം അലവൻസ് കൊടുക്കണം ഇതിൽ. അപ്പോൾ ഞാനിതിൽ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി എൻ്റെ ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ ഷോൾഡർ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് കൂട്ടിയെടുക്കുന്നതെന്നുള്ളത് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ഞാൻ ആം ഹോള് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ നമ്മൾ സാധാരണ ഷോൾഡറിൻ്റെ അതേ അളവാണ് വേണ്ടത്, 7.5 വേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകുന്നതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോൾ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. എൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42ആണ്. അപ്പം 4/1 ഭാഗം 10.5 വരിക. ഇതിൽ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ 11.5. പിന്നെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് താഴത്തോട്ടേക്ക് വേസ്റ്റ് ലെങ്ത്ത് 15.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വരുന്നത് വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് ആകെ 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചാണ് വരിക. ഇതിൽ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 11 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ വരച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് 4.5 ഇഞ്ച് താഴെ വരെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കത് യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ യോജിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എല്ലായിടത്തും കൂട്ടിയെടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്ക് ഡെപ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് ജോയിൻ ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കി. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതും ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോള് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ബാക്ക് ആം ഹോള് ഇതുപോലെ വരച്ചെടുക്കും. ഇനി ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ആ പോയിൻറ്റിലേക്ക് കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചെടുക്കാം, ആ തുണി തീരുന്ന ഇടം വരെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ലൈനില്ലേ, ആ ലൈനിലേക്കൂടെ നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി മാർക്കിങ്ങിൽ കൂടിയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം ഈ പീസ് 2 എണ്ണം ഉണ്ടാവും. 2 എണ്ണം മടക്കിയിട്ട് ഇത് 4 പീസ് ഉണ്ടാവും. അതുപോലെ താഴത്തെ പാർട്ടും 4 പീസ് ഉണ്ടാവും.
അപ്പോൾ നമ്മളിത് വിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കാണാൻ. ഇനി നമ്മൾ ഈ താഴത്തെ ഈ പീസിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് ഈ ടോപ്പിലെ ഈ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ വെക്കുക തിരിച്ചിട്ട്. എന്നിട്ട് അതിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. അപ്പുറത്തെ സൈഡിലെ ഈ പീസിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇടുക. എന്നിട്ട് ആ ടോപ്പ് പീസ് അതിൻ്റെ മുകളിൽ തിരിച്ച് വെക്കുക. ഇതേപോലെ തിരിച്ച് വെക്കുക. എന്നിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസ് ഈ നടുവിലുള്ള പീസിൻ്റെ മേലെ ഇതുപോലെ വെക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ചെസ്റ്റിലും വേസ്റ്റിലും ഷോൾഡറിലൊക്കെ ഓരോ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തില്ലേ അത്. അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വെക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും പ്ലീറ്റ്സൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിലുള്ള പീസിൻ്റെ ലെങ്ത്ത് കൂടുതലും മറ്റേ രണ്ട് പീസിന് ലെങ്ത്ത് കുറവുമായിരിക്കും. അപ്പോൾ ആ ലെങ്ത്ത് കൂടിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനനുസരിച്ച് നമ്മൾ തുണി ആദ്യം തന്നെ നമുക്ക് വേണ്ടതിനേക്കാളും 2 ഇഞ്ച് സീം അലവൻസ് കൂടുതലിട്ടത് അതുകൊണ്ടാണ്, അത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി. ഇനി ഇതുപോലെ ഒരു ലേസിൻ്റെ പീസ് എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ജോയിൻ ചെയ്തില്ലേ ആ സൈഡിലും ഇതുപോലെ രണ്ട് ലേസിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്ത് രണ്ടായി മടക്കി അതിൽ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തോട്ട് നെക്ക് ഡെപ്ത്ത് 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നെക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഞാനൊരു കേർവ്ഡ് വി നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് ഞാൻ ഈ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. സൈഡിലോട്ട് നമുക്ക് ഓരോ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിലേക്കൂടെ വരച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസിൽ. ഇനി നമുക്ക് ഇതുപോലെ ഒരു തുണിയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ക്ലോത്ത് കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 7 ഇഞ്ചാണ് ടോട്ടൽ വരിക. അതിൻ്റെ സെൻറ്റർ 3.5-ൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ സെൻറ്റർ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡും നമുക്കൊന്ന് ഇതുപോലെ അയൺ ചെയ്ത് മടക്കിയെടുത്തിട്ട് ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ ഈ പീസും സെൻറ്റർ രണ്ടിൻ്റെയും ഒരേപോലെ വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ആ സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് സൈഡിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ നെക്കിൻ്റെ ഈ ഭാഗം തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് രണ്ടായി മടക്കി എന്നിട്ട് അതിൽ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്തും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിച്ചു. എന്നിട്ട് ഞാനിവിടെ യു ഷേപ്പാണ് കൊടുക്കുന്നത്, അത് വരച്ചു. സൈഡിലോട്ടേക്ക് ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ യു ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യും.
ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കും. ബാലൻസ് പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് സൈഡ് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലും നമ്മൾ സെൻറ്ററെല്ലാം മാർക്ക് ചെയ്യണം. ഫസ്റ്റിൽ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ്. ഇത് നമ്മൾ ബാക്ക് പീസിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കതും നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിലിനി നമ്മൾ നെക്ക് തിരിച്ചപ്പുറത്തോട്ടേക്ക് ഇടണ്ട. ഇതുപോലെ കട്ട് കൊടുത്തതിന് ശേഷം ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതിൻ്റെ നെക്കിൻ്റെ അകത്തോട്ടേക്ക് ഇതിൻ്റെ നെക്കിൻ്റെ പീസ് വെച്ചിട്ട് ഷോൾഡർ രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിട്ട് ബാക്ക് നെക്ക് കറക്റ്റാക്കി വെച്ച് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ. ഇനി സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ അരയിഞ്ച് ഉള്ളിലേട്ടേക്ക് ഇതുപോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നോച്ചോ മറ്റോ കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ കുർത്തി പീസ് ഇതുപോലെ നിവർത്തിയിടാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സ്ലീവ് എടുക്കുക. എന്നിട്ട് ഈ കുർത്തീൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തില്ല അവിടെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും അറ്റാച്ച് ചെയ്യുക. എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ കട്ട് ചെയ്തതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത് കുർത്തീൻ്റെ. അപ്പോൾ സൈഡിൽ ചെസ്റ്റിലും വേസ്റ്റിലും പിന്നെ സ്ലീവിലും എല്ലാം നമ്മൾ ഓരോ ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. വേസ്റ്റിൻ്റെ അവിടുന്ന് താഴത്തോട്ടേക്ക് നമ്മൾ അരയിഞ്ച് മാത്രം സീം അലവൻസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം വരച്ചിരിക്കുന്ന അതിലേക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പുറത്തെ സൈഡിലും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റും. അപ്പോൾ ഞാനത് താഴത്തെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് പ്ലീറ്റഡ് കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.